ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആർമി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കെമിസ്ട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കെമിക്കൽ റിയാക്ഷൻസ്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, ഫുൾ വീഡിയോ കറക്റ്റായിട്ട് കാണുക, ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് നോക്കേണ്ടത് കെമിക്കൽ റിയാക്ഷൻ അറിയേണ്ടതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ട രണ്ട് പോയിന്റ്സ് ആണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് അറിയണം, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് അറിയണം, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലോട്ടെ പഠിക്കുന്നതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് ബാക്കിയിലോട്ട് പോകാം. ഫസ്റ്റ് നോക്കിയേ, ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ദ ടൈപ്പ് ഓഫ് ചേഞ്ച് വിച്ച് ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്യാൻ ചേഞ്ച്, അല്ലേ? എന്താണ് പറഞ്ഞേക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രമാണ് എന്ത് ചെയ്യുക, ചേഞ്ച് സംഭവിക്കുക. പക്ഷെ അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യത്തില്ല, ഫോം ചെയ്യത്തില്ല. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുക, അല്ലേ? അങ്ങനെ ചേഞ്ച് ആണ് എന്തെന്ന് പറയുക, ഫിസിക്കൽ ചേഞ്ച്. അതിനെ നോക്കിയേ, എന്താണ് ദ ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച്. ആ ഒബ്ജക്റ്റിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടികൾക്ക് മാത്രമാണ് എന്ത് സംഭവിക്കുക, ചേഞ്ച് സംഭവിക്കുക. കെമിക്കലായിട്ട് യാതൊരു ചേഞ്ച് സംഭവിക്കത്തില്ല, പുതിയ പ്രോഡക്റ്റും എന്ത് ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല. നോക്കിയേ, നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് നോക്കിയേ, ഐസ് എടുത്തു, അല്ലേ? ഐസ് എന്ത് ചെയ്യുകയാണ്, ഐസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ സ്വീകരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്. ഈ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോയിൽ ചെയ്ത് നമുക്ക് എന്താക്കി മാറ്റാം, ഇവാപറേഷൻ ആക്കി മാറ്റാം, അല്ലെ? വേപ്പറൈസേഷൻ ചെയ്ത് മാറ്റാം. ഈ വേപ്പറൈസേഷനെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എന്താക്കി മാറ്റാം, വാട്ടർ ആക്കി മാറ്റാം, തിരിച്ചതിനെ ഐസാക്കി മാറ്റാം, അല്ലേ? ഇങ്ങനെയുള്ള ചേഞ്ച് ആണ് എന്തെന്ന് പറയുക, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുക. അന്നേരം എന്താണ്, അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റേറ്റുകൾക്ക് വ്യത്യാസം വന്നാലും പക്ഷെ എന്താണ്, തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വരികയാണെങ്കിൽ അത് എന്തിന് എക്സാമ്പിളാണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. എക്സാമ്പിളിൽ കൊടുത്തേക്കുന്ന എല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. നോക്കിയേ, നമുക്ക് എന്താ ഈ ഫിസിക്കൽ ചേഞ്ചിനകത്ത് ഒന്നെങ്കിൽ സൈസിനോ ഷേപ്പിനോ എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, പുതിയ സബ്സ്റ്റൻസ് അവിടെ എന്ത് ചെയ്യത്തില്ല, ഫോം ചെയ്യില്ല, അല്ലേ? നോക്കിയേ, ഈ ഒരു പ്രോസസ്സിലാണെങ്കിലും നോക്കിയേ, ഷേപ്പ് സൈസ് എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, പുതിയൊരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യത്തില്ല, അവിടെ ഫോം ചെയ്യത്തില്ല. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ, എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് ക്ലിയർ ആണല്ലോ. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, എന്താണ്, അതായത് അതിൻ്റെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടികൾക്ക് മാത്രം എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് സംഭവിച്ച് എന്ത് ചെയ്യുകയാണ്, പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകാത്ത പ്രോസസ്സാണ് എന്തെന്ന് പറയുക, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുക. ക്ലിയർ ആണോ, ഓക്കെ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുക, കെമിക്കൽ ചേഞ്ച്. നോക്കിയേ, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, കെമിക്കൽ, അല്ലേ? പുതിയ സബ്സ്റ്റൻസ്, അല്ലേ? പുതുതായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നു, എന്ത് ചെയ്യുന്നു, പുതിയ സബ്സ്റ്റൻസ് എന്തായാലും അവിടെ ഫോം ചെയ്യും. നോക്കിയേ, ദ ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, അല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകൾ സംഭവിച്ച് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുക, അല്ലേ? നമുക്ക് എക്സാമ്പിൾ ഓരോന്നായിട്ട് നോക്കാം. എന്താണെന്ന് നോക്കിയേ, ഫുഡ് നമ്മൾ കഴിക്കുന്നു, അല്ലേ? ഡൈജഷൻ നടക്കുന്നുണ്ട്. ഈ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. എന്താണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് മൗത്തിൽ തൊട്ട് എന്താണ്, ഫുഡ് പൈപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് മാറ്റങ്ങൾ സംഭവിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നു, പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുകയാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് സംഭവിച്ച് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫുഡിൻ്റെ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള റിയാക്ഷനാണ് എന്തെന്ന് പറയുക, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുക, അല്ലേ? അപ്പോൾ നോക്കി, നമുക്കറിയാം, നോക്കി, റെസ്പിറേഷൻ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്സിജനെ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം നടന്നതിന് ശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുക. അന്നേരം എന്താണ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, കെമിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, എന്താണ്, ടൈപ്പ് ഓഫ് ചേഞ്ച് ഇൻ വിച്ച് വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പുതുതായിട്ട് ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം, അല്ലേ? ഫുഡ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്താണ്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, പുതിയ
സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണ്, അതും എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. എന്നിട്ട് എന്താണ്? ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എന്താണ്? മിൽക്ക് അല്ലേ. മിൽക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുളിപ്പിച്ചെടുക്കാൻ പറ്റും അല്ലേ. പുളിപ്പിച്ച് എന്താക്കി മാറ്റാം? കേർഡാക്കി മാറ്റാം. കേർഡ് മീൻസ് എന്താണ്? തൈരാക്കി മാറ്റും അല്ലേ. മിൽക്കിനെ കേർഡാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ കേർഡിനെ തിരിച്ചെന്താക്കി മാറ്റില്ല? മിൽക്കാക്കി മാറ്റാനായിട്ട് പറ്റില്ല. അന്നേരം എന്താണ്? മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് എന്തായിട്ട് മാറി? പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള കേർഡാക്കി മാറി അല്ലേ. ഈ കേർഡിനെ തിരിച്ച് നമുക്ക് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അന്നേരം ആ ചേഞ്ച് എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ചോദിച്ചൊക്കെയാണ് കേർഡിങ് ഓഫ് മിൽക്ക് അല്ലേ, ഏത് തരം ചേഞ്ചിന് എക്സാമ്പിൾ ആണെന്ന് ചോദിക്കും. എന്തായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? കേർഡിങ് ഓഫ് മിൽക്ക് എന്ന് പറയുക അല്ലേ. റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലേ, അയണിൻ്റെ പുറത്ത് റസ്റ്റ് ഫോം ചെയ്യുന്നു, ഇതെന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ. ഇനി നോക്കിയേ, ബേണിംഗ് ഓഫ് പേപ്പർ കത്തുന്നു, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? എന്താണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അന്നേരം എന്താണ്? കെമിക്കൽ ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. നമ്മൾ കെമിക്കൽ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് പ്രോസസ്സും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഏതാണ്? ഫിസിക്കൽ ചേഞ്ച്. രണ്ടാമത്തെ ഏതാണ്? കെമിക്കൽ ചേഞ്ച്. രണ്ടും ക്ലിയർ ആണല്ലോ. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉള്ള രണ്ട് ടോപ്പിക്കാണ് ഫിസിക്കലും കെമിക്കൽ ചേഞ്ചസും. ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്താന്ന് നോക്കാം അല്ലേ. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. നോക്കി, എ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ സബ്സ്റ്റൻസ് റിയാക്ട് ടുഗദർ ഫോം വൺ ഓർ മോർ ന്യൂ സബ്സ്റ്റൻസ്. എന്താണ് പറഞ്ഞേക്കാം? ഒന്നോ അതിലധികമോ അല്ലേ, ഒന്നോ അതിലധികമോ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്ത് ഒന്നോ അതിലധികമോ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്താണ്? ഹൈഡ്രജൻ അല്ലേ, ഒരു എന്താണ്? എലമെൻ്റ് ആണ്. അതുപോലെ എന്താണ്? ഓക്സിജൻ എന്താണ്? ഒരു എലമെൻ്റ് ആണ്. അന്നേരം ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തായിട്ട് മാറുന്നു? പുതിയ സബ്സ്റ്റൻസ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് മാറുന്നു അല്ലേ. എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും കൂടെ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു? വാട്ടർ ആയിട്ട് മാറുന്നു. ഇതെന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ. നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യൂ? വാട്ടർ എന്നുള്ള പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യൂ. അതുപോലെ നോക്കിയേ, സോഡിയം ക്ലോറിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. ഇത് എന്താണ്? പുതിയ സബ്സ്റ്റൻസ് ആണ്. അന്നേരം എന്താണ്? ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുകയാണ്? പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാം അല്ലേ. ഒരു റിയാക്ഷനും നടക്കാണ്ട് എന്ത് ചെയ്യത്തില്ല? പുതിയൊരു പ്രോഡക്റ്റ് എന്ത് ചെയ്യത്തില്ല? ഫോം ചെയ്യില്ല. നോക്കിയേ, മീതൈൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തു അല്ലേ. മീതൈനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് എന്ത് ചെയ്യുന്നു? ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും എന്താണ്? ടു സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്തേക്കുക. അന്നേരം എന്താണ്? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ അതിലധികമോ സബ്സ്റ്റൻസുകൾ തമ്മിൽ ചേർന്ന് പുതുതായിട്ട് അല്ലേ, പുതിയ രണ്ട് സബ്സ്റ്റൻസുകളോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസോ ഒക്കെ മേക്ക് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി 2026 എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്നിവീർ ട്രേഡ്സ്മാൻ, ആർമി GD, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ്, ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള ഓൺലൈനും ഓഫ്ലൈനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് സെയിം ക്ലാസ് റെക്കോർഡഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? വീക്ക്ലി 6 days ആണ് ക്ലാസ്സസ് ഉള്ളത്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ, ക്ലാസ്സിന് ശേഷം ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് വർക്കൗട്ട് തരുന്നതാണ്. റിവിഷൻസും മോക്ക് ടെസ്റ്റും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, ഇനി നോക്കിയേ, അടുത്തതാണ് എന്തെന്ന് പറയുക? കെമിക്കൽ
ഇക്വേഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യണം? ഒരു കെമിക്കൽ ഇക്വേഷൻ എന്തായാലും വരും അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായിട്ട് എഴുതണം? അതൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന്. ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ എന്താണ് റിയാക്ടൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും എന്താണ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. നോക്കാം നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന്. ഇപ്പം നോക്കിയേ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്സിജനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്യുന്നു. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏത് റിയാക്ഷനാണ് നടക്കുക? കെമിക്കൽ റിയാക്ഷനാണ് നടക്കുക അല്ലേ? കെമിക്കൽ റിയാക്ഷൻ നമ്മൾ വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ നമുക്ക് വേർഡ്സിൽ എഴുതാനായിട്ട് സാധിക്കും അല്ലേ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സിംബോളിക് അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എന്താണെന്ന് നോക്കിയേ, ഹൈഡ്രജൻ എന്താണ്? എച്ച് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്സിജൻ എന്താണ്? ഓ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അന്നേരം ഹൈഡ്രജനും ഓക്സിജനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടർ. വാട്ടറിൻ്റെ സിമ്പിൾ എന്താണ്? H2O ആണ്. ഇങ്ങനെ എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുക? ഈ കെമിക്കൽ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക അല്ലേ? എന്താണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുക? ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. നോർമലി നമ്മൾ ഇതെന്താണ് ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്ന് വേർഡ്സിൽ എഴുതി കാണിക്കും. ഈ റിയാക്ഷൻ നമ്മൾ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ദാ ഈ മെത്തേഡിലാണ് എന്ത് ചെയ്യുക? ഇക്വേഷൻ മെത്തേഡിൽ എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? എന്നിട്ട് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി, കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പ്രോസസ്സുകളുണ്ട് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷനിലോട്ട് നമുക്ക് നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. ഓക്കെ, ഇനി നോക്കേണ്ട മെയിൻ ടോപ്പിക്കാണ്. നമ്മൾ പ്രധാനമായിട്ട് എന്താണ് 8 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഏതൊക്കെയാണ് റിയാക്ഷൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ഒന്ന് ഏതാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? ഫസ്റ്റ് വൺ ഏതാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ. സെക്കൻഡ് വൺ എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നാലാമത്തത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അഞ്ചാമത്തത് ഓക്സിഡേഷൻ റിയാക്ഷൻ. ആറാമത്തത് റിഡക്ഷൻ റിയാക്ഷൻ. ഏഴാമത്തേതാണ്? റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? എട്ടാമത്തെ റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ? ഈ 8 റിയാക്ഷൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ നോക്കണം? എക്സോതെർമിക് എന്താണെന്ന് നോക്കണം, എൻഡോതെർമിക് എന്താണെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10th ബേസ്ഡ് ആയിട്ടുള്ള എക്സാം അല്ലെ +2 ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കുറേ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കെമിസ്ട്രിയിലെ പോർഷനാണ് റിയാക്ഷൻസ് അല്ലേ? നോക്കാം നമുക്ക്. ഒന്നാമത്തത് കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? ആ വേർഡിൽ തന്നെ ഉണ്ട് കോമ്പിനേഷൻ അല്ലേ? ഏതെങ്കിലും തമ്മിൽ എന്ത് ചെയ്യുകയാണ്? കോമ്പിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇപ്പം നോക്കി, എ എന്നുള്ളത് ബി എന്നുള്ളതും എന്താണ്? റിയാക്റ്റൻസ് ആണ് അല്ലേ? എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻസ് ആണ്. ഈ റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നു? എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. നേരം നോക്കി, ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് റിയാക്റ്റൻസും ഉണ്ട്, അതുപോലെ എന്താണ്? പ്രോഡക്ട്സും ഉണ്ട്. ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? റിയാക്റ്റൻസും പ്രോഡക്റ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കി, എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൂടെ എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. എന്ത് ഫോം ചെയ്തു? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. എന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്താന്ന് നോക്കിയേ, വെൻ 2 or more reactants combine together form a single product. എന്താണ്? ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള റിയാക്റ്റൻസ് അല്ലേ? റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ, പ്രോഡക്റ്റ് ഒരെണ്ണേ കാണും, പക്ഷേ റിയാക്റ്റൻസ് എന്തുണ്ട്? 2 എണ്ണം ഉണ്ട്. പക്ഷേ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ആ റിയാക്ഷനാണ് എന്തെന്ന് പറയുക? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അന്നേരം എന്താണ്?
ഓക്കെ, വെൻ 2 or more reactants combine together ടു ഫോം എ സിംഗിൾ പ്രോഡക്റ്റ് അല്ലേ. അതായത് എന്താണ് പറയുക, രണ്ട് കോമ്പൗണ്ട്സ്, രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുകയാണ്, ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ. നമ്മൾ സിമ്പിളായിട്ട് പറയാൻ നോക്കിയ കാർബണും ഓക്സിജനോടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിളാണ്, കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ദാണ്ട് ഈ ഒരു ഇക്വേഷൻ തരും അല്ലേ, ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് ചോദിക്കും ഈ റിയാക്ഷൻ ഏത് തരത്തിലുള്ള റിയാക്ഷൻ എന്നാണെന്ന് ചോദിക്കുക. കാണുമ്പോഴേ നമുക്കറിയാം എന്താണ്, രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് അല്ലേ, രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ റിയാക്ട് ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറി, ഒറ്റ പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇത് കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഒന്നാമത്തെ റിയാക്ഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം, എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ നോക്കിയേ. എന്താണ്, വെൻ എ സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ടു ഗീവ് 1 or 2 സബ്സ്റ്റൻസ്. ഒരു സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ പ്രോഡക്റ്റ് ആയിട്ട് മാറുക അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, എന്താണ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇതാണ്. എ ബി എന്ന് പറയുന്ന ഒരു എന്താണ് കോമ്പൗണ്ട് അല്ലെ, രണ്ടെണ്ണം കൂടെ ചേർന്നിട്ടുള്ള എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്തു, സ്പ്ലിറ്റായി എന്തായിട്ട് മാറി, എ എന്ന് പറയുന്ന ഒരു എന്തായിട്ട് മാറി സബ്സ്റ്റൻസും ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസുമായിട്ട് എന്ത് ചെയ്തു, മാറ്റം വന്നു. ഇക്വേഷൻ നോക്കിയേ, Al2O2 എന്ന് പറയുന്ന അല്ലേ, Al2O2 എന്ന് പറയുന്ന എന്താണ് കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് അലൂമിനിയവും അതുപോലെ എന്തായിട്ട് മാറി, ഓക്സിജനുമായിട്ട് മാറി അല്ലേ, ഡീകമ്പോസിഷൻ രണ്ടായിട്ട് മാറി അല്ലേ. ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണിത്. അന്നേരം നോക്കിയേ എന്താണ്, Al2O2 എന്ന് പറയുന്നത് എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു അലൂമിനിയം ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറി. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടെണ്ണം തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. പക്ഷെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ കോമ്പൗണ്ട് റിയാക്ഷനിൽ പങ്കെടുത്ത് രണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുകയാണെങ്കിൽ അതെന്തായിരിക്കും, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? രണ്ടാമത്തെ റിയാക്ഷനും ഒക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ നോക്കി, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെ. ഈ പേരിനകത്ത് തന്നെ ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, പ്ലേസ് ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് മാറ്റം വരുത്തുക എന്നുള്ള മീനിങ് ആണ്. നോക്കിയേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഈ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ നോക്കിയേ. എ എന്ന് പറയുന്ന ഒരു ഇതും റിയാക്റ്റൻറ്റും ബി സി എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിലൂടെ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്ത സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഇവ തമ്മിലുള്ള പ്ലേസ് എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു അല്ലെ, പ്ലേസ് തമ്മിൽ മാറ്റം വന്നു. നോക്കിയേ നമുക്ക് എന്താണെന്ന് നോക്കാമല്ലോ. എ മോർ റിയാക്റ്റീവ് എലമെന്റ്സ് ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് എലമെന്റ്സ് ടു ഫോം ഇറ്റ് കോമ്പൗണ്ട്സ് അല്ലേ. അതായത് റിയാക്ടിവിറ്റി കുറവുള്ള ആളെ എന്ത് ചെയ്യും, എടുത്ത് കളഞ്ഞിട്ട് റിയാക്ടിവിറ്റി കൂടിയ ആൾ എവിടെ വരും, ആദ്യം വരും അല്ലേ. ആ റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുക. ഇവിടെ നോക്കിയേ കെ എന്ന് പറയുന്നതും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, NaCl കൂടെ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഈ Na എടുത്ത് കളഞ്ഞു. റിയാക്ടിവിറ്റി എന്താണ്, കുറവാണ്. എടുത്ത് മാറ്റിയിട്ട് അവിടെ ആര് വന്നു, Cl വന്നു അല്ലേ. അന്നേരം എന്താണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്യും, ഫസ്റ്റ് വന്നിട്ട് റിയാക്ടിവിറ്റി കുറവുള്ളവനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റി ഡിസ്പ്ലേസ് ചെയ്യും. ആ റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? മൂന്നാമത്തെ റിയാക്ഷനും ക്ലിയർ ആണോ? ഓക്കെ ആണ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ. 3 റിയാക്ഷൻസ് പറഞ്ഞു, മൂന്നാമത്തെ റിയാക്ഷനും ക്ലിയർ ആണ്. ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നാലാമത്തെ റിയാക്ഷൻ ഇതാണ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നാലാമത്തെ എന്താണ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ആ പേരിനകത്തുണ്ട് 2 തവണ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റുമോ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുമോ. നോക്കി, എ റിയാക്ഷൻ ഇൻ വിച്ച് എലമെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ 2 കോമ്പൗണ്ട്സ് അല്ലെ. 2 കോമ്പൗണ്ട്സിൽ തമ്മിൽ എന്ത് ചെയ്യുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. എക്സാമ്പിൾ നോക്കിയേ, AB എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻറ്റും CD എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻറ്റും തമ്മിൽ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. കിട്ടിയ പ്രോഡക്റ്റ് നോക്കിയേ, AD ആണ് CB ആണ്. ഇവ തമ്മിൽ എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് സംഭവിച്ചു അല്ലേ. ബിയുടെ പ്ലേസിൽ ആര് വന്നു, D വന്നു. അതുപോലെ എന്താണ്, ഡിയുടെ പ്ലേസിൽ ആര് പോയി,
ബി വന്നു അല്ലേ. അന്നേരം 2 വട്ടം എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. നോക്കിയേ എന്താണ് പറഞ്ഞേ, എ റിയാക്ഷൻ ഇൻ വിച്ച് എലമെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ 2 കോമ്പൗണ്ട്സ് അല്ലെ, 2 കോമ്പൗണ്ട്സിൽ എന്ത് ചെയ്യുകയാണ്, എക്സ്ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. നോക്കിയേ HCl എന്ന് പറയുന്നതും NaOHും കൂടെ എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു അല്ലേ, റിയാക്റ്റൻസ് ആണ്. ഇവ തമ്മിൽ എന്ത് ചെയ്തു, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു. എന്തായിട്ട് മാറി, ഇവിടെ നോക്കി ഈ എന്നയുടെ കൂടെ ആര് വന്നു, HCl എച്ചും വന്നു, അതിൻ്റെ എന്നയുടെ കൂടെ ആരും വന്നു, Clഉം വന്നു, എച്ചിൻ്റെ കൂടെ ആരും വന്നു, OHും വന്നു. എന്തായിട്ട് മാറി, വാട്ടർ ആയിട്ട് മാറി. എന്നിട്ട് നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വരില്ല. നമ്മുടെ ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യും, തരും. ഈ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. നമുക്ക് എഴുതാം, ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ്, അത് എന്തിന് എക്സാമ്പിൾ ആണ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇത് കണക്കായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഈ ഇക്വേഷൻ ആയിരിക്കും നമുക്ക് തരിക അല്ലേ. ഈ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കും ഇത് ഏത് തരം റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി പറയാൻ പറ്റും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? 4ാമത്തതും കഴിഞ്ഞു. ഇനി നമുക്ക് 5ാമത്തെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി നോക്കിയേ 5ാമത്തെ റിയാക്ഷൻ ഇതാണ്. എന്താണെന്ന് നോക്കിയേ, ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ള 2 ടേമാണ് ഓക്സിഡേഷനും റിഡക്ഷനും അല്ലേ. ഇത് രണ്ടും നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഏകദേശം ഒരു 10th ബേസ്ഡ് ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കും ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് ഓക്സിഡേഷൻ എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് ഇക്വേഷൻസ് ഒന്നും കൂടുതലായിട്ട് വേണ്ട, നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിജൻ ഈസ് ഗെയിൻഡ്. ഓക്സിജനെ എന്തായിരിക്കണം, സ്വീകരിക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അല്ലേ. ഓക്സിജനെ അവിടെ എന്ത് ചെയ്തു, സ്വീകരിച്ചു. അല്ലെങ്കിൽ എന്തെന്ന് പറയാം, നമുക്ക് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും ഏതിന് എക്സാമ്പിൾ ആണ്, ഓക്സിഡേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. 2 രീതിയിൽ പറയാൻ പറ്റും ഓക്സിഡേഷൻ റിയാക്ഷൻ. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്, ഓക്സിജൻ ഈസ് ഗെയിൻഡ് ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഹൈഡ്രജൻ ഈസ് ലോസ്റ്റ്, ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു അല്ലേ, അതും എന്താണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇലക്ട്രോൺ ഈസ് ലോസ്റ്റ് അല്ലേ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും, ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്നുണ്ടെങ്കിലും പറയാം നമുക്ക് എന്ത്, അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഹൈഡ്രജൻ ലോസ്റ്റ് അല്ലേ, ഹൈഡ്രജനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പറയാം എന്താണ് അവിടെ നടക്കുന്നത്, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഓക്സിഡേഷൻ റിയാക്ഷൻ ക്ലിയർ ആണ്. നമുക്ക് 10+2 ലെവലായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതി നല്ല രീതിയിൽ ബാലൻസ് ചെയ്തൊക്കെ മാറിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമുക്ക് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചെറിയ ടോപ്പിക്കിനകത്ത് ഇത് നിർത്തിയേക്കുന്നത് കേട്ടോ. ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. +2 ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്ത നോക്കി, റിഡക്ഷൻ റിയാക്ഷൻ. എന്താണ് റിഡക്ഷൻ റിയാക്ഷൻ നോക്കി, എന്താണ്, ഹൈഡ്രജൻ ഈസ് ഗെയിൻഡ് അല്ലേ. റിഡക്ഷൻ റിയാക്ഷനെ പറയുന്ന പേരെന്താണ്, ഒന്നെങ്കിൽ എന്താണ്, ഹൈഡ്രജനെ എന്ത് ചെയ്യുകയാണ്, ഗെയിൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനകത്ത് നിന്ന് ഓക്സിജൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ എന്തെന്ന് പറയാം, നമുക്ക് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയാം. അന്നേരം എന്താണ്, ഹൈഡ്രജനെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ്, ഓക്സിജനെ റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ആ റിയാക്ഷൻ റിഡക്ഷൻ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ ഈസ് ഗെയിൻഡ്, അല്ലെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണെങ്കിലും ആ റിയാക്ഷന് നമുക്ക് എന്തെന്ന് പറയാം, റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയാം. അന്നേരം 3 പോയിന്റായിട്ട് നമുക്ക് പറയാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള റിയാക്ഷൻ എന്തായിരിക്കും, റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജനെ ഗെയിൻ ചെയ്തുകൊണ്ട് ഉള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിഡക്ഷൻ ആയിരിക്കും. ഓക്സിജനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്, റിഡക്ഷൻ ആണ്. ഇലക്ട്രോൺ ഈസ് ഗെയിൻഡ് അല്ലേ, ഇലക്ട്രോണിനെ സ്വീകരിക്കുക അല്ലെ ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാലും ഏത് റിയാക്ഷൻ ആണ്, റിഡക്ഷന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ഈ കൊടുത്തേക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
റിഡക്ഷൻ പ്രോസസ്സിന് എക്സാമ്പിളാണ് ഇത്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലേ. ബാലൻസ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് റിയാക്റ്റൻസും പ്രോഡക്ട്സും ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് എന്ന് പറയാൻ പറ്റൂ. അതൊക്കെ നമുക്ക് +2 ലെവലായിട്ടുള്ള പഠിത്തത്തിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ അത് പറയാനുള്ള ടൈം അത്രയും ഇല്ല. അതുകൊണ്ട് എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഹൈഡ്രജൻ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഓക്സിജനെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണം. ഈ 3 പോയിന്റ്സുമാണ് ഒരു റിയാക്ഷനിൽ നടക്കുക എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എപ്പോഴും എന്തിന് എക്സാമ്പിളാണ്, റിഡക്ഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7ാമത്തെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. നോക്കിയേ, റിഡോക്സ് റിയാക്ഷൻ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. എന്താ, എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി. അതായത് ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക അല്ലേ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഒരു റിയാക്ഷനിൽ തന്നെ ആയിരിക്കണം എന്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒറ്റ പ്രോസസ്സിൽ തന്നെ ആണെങ്കിൽ ആ കോമൺ ആയിട്ടുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക അല്ലേ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ, എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന പ്രോസസ്സ് കോമൺ ആയിട്ട് നടക്കുന്ന ഒറ്റ പ്രോസസ്സിലാണ് എന്താണ് പറയുക, അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറയുക. കിട്ടിയോ? ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് 8ാമത്തെ പ്രോസസ്സ് എന്താന്ന് നോക്കാം. ഓക്കെ, 8ാമത്തെ റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. കേട്ടിട്ടുണ്ടോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് നോക്കാം നമുക്ക്. എ റിയാക്ഷൻ ഇൻ വിച്ച് ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ടുഗദർ ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ അല്ലേ. ഏതെങ്കിലും തരത്തിലുള്ള ആസിഡും ഒരു ബേസും അല്ലേ, ഒരു ആസിഡും ഒരു ബേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു സോൾട്ടും അതുപോലെ തന്നെ എന്തും ലഭിക്കുന്നുണ്ട്, വാട്ടറും ലഭിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുക അല്ലേ. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആസിഡും ഒരു ബേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്ത് ഒരു സോൾട്ട് എന്ത് ചെയ്യുകയാണ്, ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുകയും വാട്ടറും അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതാണ് ഇവിടെ എടുക്കുന്ന ആസിഡ്, ഏതാണ് HCl ആണ്. ഇവിടെ എടുക്കുന്ന ബേസ് ഏതാണ്, NaOH ആണ് ബേസ് എടുത്ത് അല്ലേ. ഈ HClഉം NaOHും കൂടെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു, എന്ത് ഫോം ചെയ്തു, സോഡിയം ക്ലോറൈഡ് അല്ലേ. NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ സോൾട്ട് ആണ്. നമ്മൾ ടേബിൾ സോൾട്ട് എന്നൊക്കെ പറയുന്നത് കോമൺ സോൾട്ട് ആണ് എന്തെന്ന് പറയുക, NaCl. അന്നേരം എന്താണ്, ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, സോൾട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റും കിട്ടി. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തും ലഭിച്ചു, വാട്ടറും ലഭിച്ചു അല്ലേ. അന്നേരം ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ടും വാട്ടറുമാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാൻ കാര്യം എന്താണ്, സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആസിഡിൻ്റെ സ്വഭാവം കാണിക്കില്ല, ബേസിൻ്റെ സ്വഭാവം കാണിക്കത്തില്ല, പുതിയൊരു സബ്സ്റ്റൻസ് ആണ് അല്ലേ. ന്യൂട്രൽ ആയിട്ടായിരിക്കും നിൽക്കുക, രണ്ടുപേരുടെ സ്വഭാവം എന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ എന്തെന്ന് പറയുന്നത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ മെയിനായിട്ട് 8 റിയാക്ഷൻസ് ആണ് പറഞ്ഞത്. ഈ 8 റിയാക്ഷൻസിൻ്റെ കൂടെ 2 പോയിന്റ് കൂടെ പറയണം. ഏതാണ്, എക്സോതെർമിക് എന്താണ്, എൻഡോതെർമിക് എന്താണെന്നുള്ളത്. ഈ പോയിന്റ്സ് കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും നമുക്കൊന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 8 റിയാക്ഷൻസും ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത 2 പോയിന്റ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇനി നോക്കിയേ, 2 പോയിന്റ്സ് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക അല്ലേ. എക്സോതെർമിക് ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്, എക്സോ പുറത്ത് കളയുക, എക്സോ അല്ലേ. എക്സോസ് ഫാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നേരം എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിനെ പുറത്ത് കളയുക എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അതുപോലെ എന്താണ് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സാമ്പിളൂടെ നോക്കാം നമുക്ക്. എ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു സറൗണ്ടിങ്സ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ പുറം തള്ളിയിട്ടാണ് റിയാക്ഷൻ നടക്കുക എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എപ്പോഴും എന്തായിരിക്കും, എക്സോതെർമിക് ആയിരിക്കും.
സിമ്പിളായിട്ട് പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്തായാലും നടക്കുന്നുണ്ട്. ആ നടക്കുന്ന സമയത്ത് ഹീറ്റിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും അല്ലേ. ഹീറ്റിനെ എന്ത് ചെയ്യുകയാണ്, ഔട്ട്സൈഡ് പുറത്ത് കളയുകയാണ് അല്ലേ. ഹീറ്റിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനാണ് എന്തെന്ന് പറയുക, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക. നോക്കിയേ, CaO+H2O അല്ലേ, കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, CaOH ട്വൈസും അതിനോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റിനെ ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹീറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, പുറം തള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? എക്സോതെർമിക് ആ വേർഡിൽ തന്നെ ഉണ്ട്. ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സോ അല്ലേ, ഔട്ട്സൈഡ്, അല്ലെങ്കിൽ എന്താണ്, പുറം തള്ളുക. ഹീറ്റിനെ പുറം തള്ളിക്കൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. ഓക്കെയാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ആ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ്, എൻറ്റോ, അകത്തോട്ട് കടക്കുക, അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റിന്റെ പ്രസൻസ് വേണം അല്ലെ. ഒരു ചൂടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള റിയാക്ഷനാണ് എന്തെന്ന് പറയുക, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക അല്ലേ. നോക്കി, എ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം സറൗണ്ടിങ്സ് അല്ലേ. സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഏതിന് എക്സാമ്പിളാണ്, എൻഡോതെർമിക് റിയാക്ഷന് എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? നോക്കിയേ, N2 എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പ്രസൻസ് അവിടെ എന്താണ്, ആവശ്യമാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുക, NO എന്നുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മാറുക. എന്നിട്ട് എന്താണ്, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കണമെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്നുള്ള ഹീറ്റിനെ സ്വീകരിച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യുക, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുക. അങ്ങനെയുള്ള റിയാക്ഷനെ നമുക്ക് എന്തെന്ന് പറയാം, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. 8 റിയാക്ഷൻസും പഠിച്ചു. അതിൻ്റെ കൂടെ 2 റിയാക്ഷൻസ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞു. ഏതൊക്കെയാണ്, എക്സോതെർമിക്കും പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ്, എൻഡോതെർമിക്കും പറഞ്ഞു. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പോയിന്റും കൂടെ പറയാം. എന്തൊക്കെ ക്യാരക്ടറാണ് എന്തെന്ന് പറയുക, ഒരു കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ക്യാരക്ടേഴ്സ് കൂടെ നമുക്ക് നോക്കിയിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കി, എന്തൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസിനെ ഇവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, Na+H2O എന്ന് പറഞ്ഞാൽ എന്താണ്, NaOH ആയിട്ട് മാറുന്നതിൻ്റെ കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, കളർ ചേഞ്ച് അല്ലേ. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പ്രോഡക്റ്റ് മാറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത റിയാക്റ്റൻസിൻ്റെ കളർ ആയിരിക്കത്തില്ല എന്ത് ചെയ്യുക, ആ പ്രോഡക്റ്റിനെ ഫോം ചെയ്യുക. അന്നേരം എന്താണ്, കെമിക്കൽ റിയാക്ഷൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്. രണ്ടാമത്തെ എന്താണ്, കളർ ചേഞ്ച് സംഭവിക്കും അല്ലേ. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റിയാക്റ്റൻസിൻ്റെ കളർ ആയിരിക്കത്തില്ല കിട്ടുന്ന പ്രോഡക്റ്റിന്. അന്നേരം എന്താണ്, കളർ ചേഞ്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെയാണ്. അടുത്ത് നോക്കിയേ, ചില കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിപ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. വൈറ്റ് പ്രസിപ്റ്റേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഇതും എന്താണ്, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുക, പ്രസിപ്പിറ്റേഷൻ. അതുപോലെ എന്ത് സംഭവിക്കുന്നുണ്ട്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ. നമ്മൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ റിയാക്റ്റൻസ് യൂസ് ചെയ്യുക അല്ലേ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോ ഒക്കെ ആയിരിക്കും. അന്നേരം എന്ത് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ചേഞ്ച്, സ്റ്റേറ്റിൻ്റെ ചേഞ്ചിനും എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. കളർ ചേഞ്ച്, സ്റ്റേറ്റിനുള്ള വ്യത്യാസം, പിന്നെന്താണ്, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഈ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുക, നമ്മൾ ഈ പറഞ്ഞ 4 പോയിന്റ്സും. ക്ലിയർ ആണോ? ഇത്രയും റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ മാറ്റങ്ങളെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ കെമിക്കൽ റിയാക്ഷനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെയാണ്. ഇനി നോക്കി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ.
ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിലായിരിക്കത്തില്ല എന്ത് ചെയ്യുക നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. അന്നേരം എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് എന്തിനെ ഡിപ്പെൻഡഡ് ആണ്? അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡഡ് ആണ്. ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ? ടെമ്പറേച്ചറിനും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലെ പോയിന്റ്സ് വൈസ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം എന്താണ് ഇനി ചെയ്യാനുള്ളതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് ഓരോന്ന് നമുക്ക് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നോക്കാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ നോക്കിയേ ക്വസ്റ്റ്യൻ. എ റിയാക്ഷൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ഈസ് കോൾഡ്. എന്താണ് പറഞ്ഞത്? എ റിയാക്ഷൻ ഇൻ വിച്ച് സബ്സ്റ്റൻസ് കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുകയാണ്? ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ എൻഡോതെർമിക് റിയാക്ഷൻ, ഓപ്ഷൻ ബി എക്സോതെർമിക് റിയാക്ഷൻ, ഓപ്ഷൻ സി ഓക്സിഡേഷൻ റിയാക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി റിഡക്ഷൻ റിയാക്ഷൻ. 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഈ പറഞ്ഞ പ്രോസസ്സ് അല്ലേ റിയാക്ഷൻസ് എന്തൊക്കെയാണ്? സബ്സ്റ്റൻസ് കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ, ഹൈഡ്രജനും സബ്സ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് അറിയാമോ? ഓപ്ഷൻ ഡി റിഡക്ഷൻ ആണ് എന്തെന്ന് പറയുക കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കിയേ. ഓൺ പാസിംഗ് എ ഗ്യാസ് ലൈം വാട്ടർ ബിക്കംസ് മിൽക്കി. ദ പാസ്റ്റ് ഗ്യാസ് ഈസ്. എന്താണ് പറഞ്ഞേക്ക? മിൽക്കി അല്ല എന്താണ്? ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്റ്റൻസിനെ അതിനകത്ത് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു ഇതിനെ കടത്തിവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കടത്തിവിടുന്ന ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആർഗൺ, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ദെൻ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നോക്കി അതിന് എന്താണ്? അതായത് ലൈം വാട്ടറിനെ ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കാൻ പറ്റി കഴിവുള്ളത് ഏത് ഗ്യാസിന് മാത്രമാണ്? ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡിന് മാത്രമാണ് എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളത്? എന്താണ്? ലൈം വാട്ടറിനെ എന്താക്കി മാറ്റുന്നു? മിൽക്കി കളറാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് അതിൻ്റെ മിൽക്കി കളറാക്കി മാറ്റാൻ എന്തിനെ കൊടുക്കുന്നുണ്ട്? എന്താണ്? കാർബൺ ഡയോക്സൈഡിനെ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കെമിക്കൽ ഫോർമുല ഓഫ് റസ്റ്റ് ഈസ്. എന്താണ് റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല? റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അയണിൻ്റെ പുറത്ത് എന്ത് ഫോം ചെയ്യുന്നു? ബ്രൗൺ കളറിൽ ഒരു കോട്ടിങ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? റസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചേഞ്ചിന് എക്സാമ്പിൾ ആണ്? റസ്റ്റിംഗ് ഓഫ് അയൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന് എക്സാമ്പിൾ ആണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ ചേഞ്ചിന് എന്താണ് അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. ഓപ്ഷൻ എ Fe2O3, ഓപ്ഷൻ ബി Fe2O3.XH2O, ഓപ്ഷൻ സി FeCO2, ദെൻ ഓപ്ഷൻ ഡി FeCO3.XH2O. ഈ 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അറിയാമോ? ഏതാണ്? ഓപ്ഷൻ ഡി FeCO3.H2O അല്ലേ? ഇതാണ് എന്തെന്ന് പറയുക? റസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല. അന്നേരം റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അന്നേരം ഈ കെമിക്കൽ റിയാക്ഷൻ റസ്റ്റ് ഫോം ചെയ്യുന്നത് എപ്പോഴും ഏതിനകത്തായിരിക്കും? അയണിനകത്തായിരിക്കും ഫോം ചെയ്യുക. അന്നേരം ഈ അയണ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? അതിൻ്റെ കെമിക്കൽ ഫോർമുല അതാണ്ട് ഈ മെത്തേഡിലാണ് എഴുതുക. അന്നേരം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ റസ്റ്റിംഗ് ഓഫ് അയൺ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് അല്ലേ? അയണിൻ്റെ പുറത്ത് റസ്റ്റിംഗ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി ഓപ്പൺ സർഫസ് ഓഫ് മെറ്റൽ, ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് അല്ലേ? റസ്റ്റ് ഫോം ചെയ്യാനായിട്ടുള്ള കാരണക്കാർ എന്തൊക്കെയാണ്? നമുക്കറിയാം അയൺ എന്താണ്? അയൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എയറിൻ്റെ പ്രസൻസിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്?
തുരുമ്പാകുന്നുണ്ട്, റസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? റസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഓപ്പൺ സർഫസ് ടു മെറ്റൽ ഒരു ഓപ്പൺ സർഫസിൽ ഇരുന്ന് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ റസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റസ്റ്റ് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ അല്ലേ? ഈ 3 പോയിന്റ്സ് എന്തിന് കാരണമാണ്? റസ്റ്റ് ഫോം ചെയ്യാനുള്ള കാരണമാണ്. അന്നേരം ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റസ്റ്റ് ഈസ് എൻ ഡാഷ് റിയാക്ഷൻ അല്ലേ? റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏത് തരം റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓപ്ഷൻ ബി റിഡക്ഷൻ റിയാക്ഷൻ, ഓപ്ഷൻ സി ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദെൻ ഓപ്ഷൻ ഡി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലേ? 4 റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആയിരിക്കും റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുക? ഓപ്ഷൻ എ ഓക്സിഡേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുക അല്ലേ? റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താണ്? എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വരുന്ന രീതി മനസ്സിലായോ? ഓക്കെ ആണ്. ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് എൻഡോതെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ. ഒന്നാമത്തെ ഏതാണ്? ഡൈല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ? സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ നോക്കിയേ സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ് അല്ലെ? ഡ്രൈ ഐസ് സബ്ലിമേറ്റ് ആകുന്നത്. ഓപ്ഷൻ മൂന്നാമത്തെ നോക്കിയേ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പേഴ്സ്. നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ ഇവാപറേഷൻ ഓഫ് വാട്ടർ. ഈ 4 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 പോയിന്റ്സിനകത്ത് എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് മീൻസ് എന്താണ്? ഹീറ്റിനെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക എന്നുള്ളതാണ് എൻഡോതെർമിക് അല്ലേ? എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുന്നതാണ്. അന്നേരം നോക്കിയേ ഡൈല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നോക്കിയേ എന്താണ്? എൻഡോ ആണോ എക്സോ ആണോ? പുറത്തോട്ട് കളയുകയാണ് അല്ലേ? രണ്ടാമത്തെ എന്താണ്? സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ്. ഇതെല്ലാം എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? നോക്കി നമുക്കറിയാം ഏതാണ് സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക്കിന് എക്സാമ്പിൾ ആണ് അല്ലേ? അടുത്ത് നോക്കിയേ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പേഴ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? എൻഡോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ ആണോ? അല്ല. ഇവാപറേഷൻ ഓഫ് വാട്ടർ അല്ലേ? എന്തിന് എക്സാമ്പിൾ ആണ്? എന്താണ്? എൻഡോതെർമിക് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അന്നേരം ആൻസർ ഏതാണ്? രണ്ടാമത്തതും നാലാമത്തതുമാണ് ഇതെന്ന് പറയുക എൻഡോതെർമിക് റിയാക്ഷൻ എക്സാമ്പിൾ. അന്നേരം ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ബി ആണോ? അതോ ഓപ്ഷൻ സി ആണോ? അതോ ഓപ്ഷൻ ഡി ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ്. അന്നേരം എൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ സ്വീകരിക്കുന്നതാണ്. ഹീറ്റിനെ സ്വീകരിക്കുന്നതാണ് എൻഡോ എന്ന് പറയുക. അന്നേരം ഇതിൽ 2 റിയാക്ഷൻ മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുക? ഹീറ്റിനെ സ്വീകരിച്ച് നടക്കുക. ബാക്കിയെല്ലാം എന്താണ്? ഹീറ്റിനെ എന്ത് ചെയ്യുകയാണ്? റിലീസ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. അന്നേരം ആൻസർ ഏതാണ്? ഒന്നാമത്തെയും നാലാമത്തെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് നോട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി ബോയിലിംഗ് ഓഫ് വാട്ടർ ടു ഗീവ് വാട്ടർ വേപ്പേഴ്സ് അല്ലേ? വാട്ടർ ബോയിൽ ചെയ്ത് വാട്ടർ വേപ്പർ മാറ്റുന്നത് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻ ടു വാട്ടർ അല്ലേ? ഐസ് ഉരുകി വെള്ളമാക്കി മാറ്റുന്നത് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ അല്ലേ? വാട്ടറിനകത്ത് എന്ത് ചെയ്യുകയാണ്? സോൾട്ട് ലയിക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയേ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഏതാണ്? കമ്പഷൻ ഓഫ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ? LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ ഹൗസ് ഹോൾഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നു അല്ലേ? വീടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് LPG ഗ്യാസ്. ഇതിൻ്റെ കമ്പഷൻ കത്തി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതങ്ങ് തീർന്നു പോവുകയാണ്. അത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് കണ്ടുപിടിക്കാനാണ്. അന്നേരം ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് എ കെമിക്കൽ റിയാക്ഷൻ ഹാസ് ടേക്ക് പ്ലേസ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഏതെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ? ഐസ് മെൽറ്റ് ഇൻ ടു വാട്ടർ അല്ലേ? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറാക്കി മാറുന്ന ഏതാണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. നോക്കിയേ എ വെറ്റ് ഷർട്ട് ഗോ ഡ്രൈ ടു സൺലൈറ്റ് അല്ലേ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഷർട്ട് എന്ത് ചെയ്യാണ്? വെറ്റ് ചെയ്യുകയാണ്. അതും ഏത് ചേഞ്ചിന് എക്സാമ്പിൾ ആണ്?
ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കിയേ, എ ബ്രൗൺ ലെയർ ഈസ് ഫോംഡ് ഓവർ അയൺ റോക്ക് കെപ്റ്റ് ഇൻ എയർ. അല്ലെ, അയണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് എയറിന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റസ്റ്റ് എന്ന് പറയുക. അല്ലെ, റസ്റ്റ് ഫോം ചെയ്യുന്നത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്, കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അല്ലെ, അതിന് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഇതെന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അടുത്ത നോക്കിയേ, ഷുഗർ ഗെറ്റിംഗ് ഡിസോൾവ് വാട്ടർ. വാട്ടറിനകത്ത് ഷുഗർ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആവുന്നു. ഏത് ചേഞ്ച് ആണ്, ഫിസിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അല്ലേ, ബ്രൗൺ ലെയർ ഫോം ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, എന്ത്, അയണിന്റെ പുറത്ത് റസ്റ്റ് ഫോം ചെയ്യുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഏത് ചേഞ്ചിന് എക്സാമ്പിൾ ആണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ കെമിക്കൽ ഇക്വേഷൻ ഷുഡ് ബി ബാലൻസ്ഡ്. അല്ലേ, കെമിക്കൽ ഇക്വേഷൻ എന്തായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. എന്നിട്ട് എന്താണ്, റിയാക്റ്റൻസും പ്രോഡക്റ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ആ ഒരു കെമിക്കൽ ഇക്വേഷൻ നടക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഷോ കൺസർവേഷൻ ഓഫ് എനർജി. ഓപ്ഷൻ ബി, ഷോ കൺസർവേറ്റീവ് ഓഫ് മാസ്. ഓപ്ഷൻ സി, ടു മേക്ക് ഇക്വേഷൻ അട്രാക്റ്റീവ്. ദെൻ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. അല്ലേ, 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ്, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഏത് പോയിന്റ് വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഓപ്ഷൻ ബി, എന്താണ്, ഷോ കൺസർവേഷൻ ഓഫ് മാസ്. അല്ലേ, കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അല്ലേ, റിയാക്റ്റൻസും പ്രോഡക്റ്റും ഈക്വലാക്കി ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ ബേസ് ചെയ്യുന്നത് എന്താണ്, ഈ ലോ എന്താണ്, ഷോ കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള PDF-കളൊക്കെ ലഭിക്കുന്നതും അതുപോലെ നമുക്ക് ലൈവിൻ്റെ ലിങ്കുകളൊക്കെ വീഴുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഈ ഒരു ടെലഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ സെയിം ടൈം. ഒരേ ടൈമിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, റിഡോക്സ് റിയാക്ഷൻ. ഓപ്ഷൻ ബി, ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓപ്ഷൻ സി, റിഡക്ഷൻ റിയാക്ഷൻ. ദെൻ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഈ 4 റിയാക്ഷനകത്ത് ഒറ്റ തവണ അല്ലെ സൈമൾട്ടേനിയസ്ലായിട്ട് നടക്കുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ എ, റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ നടക്കുന്ന റിയാക്ഷൻ എപ്പോഴും ഏതായിരിക്കും, റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്സിഡേഷൻ മീൻസ്. ഓപ്ഷൻ എ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മീൻസ് ചെയ്യുന്നത് എന്താണ്. ഓപ്ഷൻ എ, അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓപ്ഷൻ ബി, റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. ഓപ്ഷൻ സി, അഡിഷൻ ഓഫ് പ്രോട്ടോൺസ്. ദെൻ ഓപ്ഷൻ ഡി, ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ. ഏതായിരിക്കും ആൻസർ? അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണോ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണോ, അതോ അഡിഷൻ ഓഫ് പ്രോട്ടോൺസ് ആണോ, അതോ ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ ആയിരിക്കോ? ഏതായിരിക്കും ആൻസർ? ഓക്കെ, ഏതാണ്? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. ഏതാണ് ആൻസർ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുക, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുക. ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് പറഞ്ഞത്? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എക്സോതെർമിക് റിയാക്ഷൻ. ഓപ്ഷൻ ബി, കെമിക്കൽ ചേഞ്ചസ്. ഓപ്ഷൻ സി, എൻഡോതെർമിക് റിയാക്ഷൻ. ദെൻ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഏതായിരിക്കും ആൻസർ? ഏതാണ്? അമോണിയം ക്ലോറൈഡും എന്താണ്, അമോണിയം ക്ലോറൈഡും അതുപോലെ എന്താണ്, ബേരിയം ഹൈഡ്രോക്സൈഡും അല്ലേ, ബേരിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് ആ പ്രോസസ്സ് പറഞ്ഞാൽ ഏതാണ്?
എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഏതാണ്? ഓപ്ഷൻ സി എൻഡോതെർമിക് റിയാക്ഷനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും കൂടെ എന്ത് ചെയ്യുകയാണ്? റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷനാണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെയാണ്. നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു വാട്സപ്പ് ചാനലാണ്. എല്ലാവരും ഫോളോ ചെയ്ത് പോകുക. ഓക്കെ, നമ്മൾ കെമിസ്ട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത്. അത് സിമ്പിളായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. ആ പോയിന്റ്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും നമ്മൾ 12 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെയാണ് എല്ലാവരും? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.